ഇപ്പോൾ അമ്മയിലെ പ്രശ്നങ്ങൾ തുടരുന്നതിനിടെ നടി മാലാ പാർവതി തത്സമയം റിപ്പോർട്ടിനൊപ്പമുണ്ട്. ശ്രീമതി മാലാ പാർവതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സ്മൃതി. അമ്മ സംഘടന, അതിലിപ്പോൾ സ്ത്രീകൾ അതിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നു. നമ്മളൊക്കെ ഭയങ്കര അഭിമാനത്തോടു കൂടി കണ്ട കാര്യമായിരുന്നു. കാരണം ഒരു ഫൈറ്റിന് ശേഷമാണല്ലോ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത്. പക്ഷേ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചമ്മലോടെ അല്ലാതെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. സ്മൃതി നമ്മൾ അവസാനം സംസാരിച്ച ഓർമ്മയുണ്ട്. നമ്മൾ അമ്മയെ മാറ്റി അമ്മയാക്കുന്നു, ഇതെന്ത് നല്ല കാര്യം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയിട്ടെടുത്തു എന്നാണ് ഇപ്പൊ വീണ്ടും ഈ പ്രശ്നത്തിലേക്ക് വരുന്നത്. വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്. പക്ഷേ ഇത് രണ്ട് തട്ടിലായി, രണ്ടല്ല 3 തട്ടിലായി, 3ഓ 4ഓ ഗ്രൂപ്പായി മാറി. അതായത് മെമ്മറി കാർഡിന്റെ വിഷയത്തിലാണ് കുക്കു അവിടെ ചെല്ലുന്നത്. അപ്പോഴത്തേക്ക് ഒരു പരിങ്ങലുണ്ടായിരുന്നിരിക്കാം തുടക്കത്തിൽ. ഏതായാലും അതിനുശേഷമുണ്ടായ ഒരു റിഫ്റ്റ്, മെമ്മറി കാർഡിന്റെ വിഷയം പുറത്തു വരുന്നു. അതുവരെയൊക്കെ ശ്വേതയും കുക്കു ഒരുമിച്ചാണ് വർക്ക് ചെയ്തിരുന്നത്. അവർ തമ്മിൽ ഒരുമിച്ച് നിന്ന കാര്യം എനിക്കറിയാം, ബോധ്യമുണ്ട്. എവിടെ വെച്ചാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയെന്ന് പറഞ്ഞാൽ, ഒരു ക്ഷേത്രത്തിൽ നിന്നും സ്പോൺസർഷിപ്പ് വരുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം ഉടലെടുക്കുന്നു. അപ്പോൾ ഇത് വേണ്ട എന്ന് വാദിക്കുന്ന ഒരു സംഘം, അതിൽ അൻസിബ മെയിനായിട്ട് നോ പറഞ്ഞു. കുക്കു അവിടെ ഇവിടെ ഇല്ലാതെ നിന്നു. സന്തോഷ് കീഴാറ്റൂർ നോ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ലീഗൽ ഫോർമാലിറ്റീസായി. ഇതിന് അപ്രൂവൽ കൊടുക്കാതെ ജനറൽ സെക്രട്ടറി ഇത് വലിച്ചു നീട്ടുന്നു. ശ്വേതയ്ക്കാണെങ്കിൽ പൈസ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ഈ പ്രോഗ്രാം ഗംഭീരമായി നടത്തണം, ഒരു കോമ്പറ്റീറ്റീവ് മനസ്സുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി നന്നാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇന്ത്യ ഫസ്റ്റിൻ്റെ 1 കോടി രൂപ വാങ്ങിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ നിന്ന് പൈസ വരുന്നു. ക്ഷേത്രത്തിലെ പൈസ സ്വീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതിനെക്കുറിച്ച് തർക്കം വന്നതോടുകൂടി ലീഗൽ ഫോർമാലിറ്റീസായി. അതിങ്ങനെ സമയം നീണ്ട് പോകുന്നതിനെക്കുറിച്ച്. അപ്പോൾ അതിനകത്ത് സ്പോൺസേഴ്സിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ പ്രസിഡന്റിനെ കൂട്ടാതെ ചർച്ച നടത്തി എന്നൊക്കെ പറയുന്ന, അല്ലെ സ്പോൺസറിനെ പ്രസിഡന്റ് ഇല്ലാതെ മീറ്റിംഗ് നടത്തിയെന്നും ശ്വേതയെ കുറെ കാര്യങ്ങൾ അറിയിക്കില്ല എന്നൊക്കെ പറയുന്ന ഇഷ്യൂവിൽ തുടങ്ങിയ ഒരു വഴക്ക്. പക്ഷേ ഇന്നലെ നന്ദകുമാർ, ഈ ക്ഷേത്രം ഭാരവാഹി തന്നെ നമ്മളോട് സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ശ്വേതയാണ് അദ്ദേഹത്തോട് സംസാരിച്ചെന്നാണ്. അപ്പോൾ ഈ പരിപാടി നന്നായി നടത്തണം, അതോടൊപ്പം അമ്മയ്ക്ക് ഈ പറയുന്ന കൈനീട്ടമൊക്കെ കൊടുക്കാൻ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ കാര്യമായി നൽകണമെന്ന് പറയുകയും 75 ലക്ഷം സ്പോൺസർഷിപ്പായി നൽകാമെന്ന് അവർ സമ്മതിക്കുകയും അതിന്റെ ആദ്യപടി 30 ലക്ഷം കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്വേതയുമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശ്വേതയ്ക്ക് അറിയില്ല എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് സംശയമുണ്ട്. ഇല്ല, ശ്വേതയ്ക്കല്ല അറിയുന്നത്. ശ്വേതയാണ് ഈ സ്പോൺസർഷിപ്പ് കൊണ്ടുവന്നത്. പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ് അൻസിബ. ശ്വേതയാണ് ഇത്. അപ്പൊ ശ്വേതയ്ക്ക് ഒരു എതിർപ്പ് വന്നു കമ്മിറ്റിയിൽ. ശ്വേത പൈസ കൊണ്ടുവന്നു, ശ്വേതയ്ക്ക് അറിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ശ്വേത സ്പോൺസർഷിപ്പ് ഓടി നടന്ന് ഈ ഇന്ത്യ ഫസ്റ്റിന്റെയും ഈ അമ്പലത്തിന്റെയും കൊണ്ടുവന്നപ്പോൾ അമ്പലത്തിന്റെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് എതിർപ്പ് വന്നല്ലോ. അപ്പൊ അതിന്റെ തർക്കം, അത് കാരണം പൈസ സ്വീകരിക്കാൻ വയ്യാതെ സമയം ഇങ്ങനെ താമസിക്കുന്നതിന്റെ പേരിൽ ആ റിഫ്റ്റ് ഇങ്ങനെ ഉണ്ടായി. അവിടെ ഉണ്ണി ശിവപാലും കുക്കുവും തമ്മിൽ വേറൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. സ്പോൺസേഴ്സിനെ അവർ സെപ്പറേറ്റ് ആയിട്ട് കണ്ടു. ശ്വേതയെ ഒഴിവാക്കിയെന്ന് തുടങ്ങിയ ഒരു ഇഷ്യൂവിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ വലുതാവുന്നത്. 2 തട്ടിലായ പ്രസിഡന്റിനെ സെക്രട്ടറിയെയും പിന്നെ അവരുടെ പക്ഷം ചേർന്നുകൊണ്ട് അവിടെ വേറെ ചിലർ മുതലെടുക്കാൻ തുടങ്ങി. പക്ഷെ അൻസിബ പറയുന്നത് ഗൗരവത്തിലുള്ള കാര്യമാണല്ലോ മാലാ പാർവതി. ഇപ്പോൾ അൻസിബ എന്ന പേര് അതാണോ പ്രശ്നമെന്ന് അവർ ചോദിക്കുമ്പോൾ അതിലൊരു ഗൗരവമായ വിഷയം കിടക്കുന്നു. അൻസിബ പറഞ്ഞ 100% കാര്യങ്ങളും ഞാൻ അൻസിബയുടെ കൂടെയാണ്. കഴിഞ്ഞ പ്രാവശ്യം കുക്കുവിന്റെയും ശ്വേതയുടെയും കൂടെ ഞാൻ എത്രത്തോളം നിന്നോ ഇപ്പം ഞാൻ അത്രയും തന്നെ ഞാൻ അൻസിബയുടെ കൂടെ നിൽക്കുന്നു. അൻസിബ പറയുന്നത് ലോജിക്കലാണ്. അൻസിബ പറയുന്നത് പരദൂഷണമല്ല. അൻസിബയുടെ പേര് മറ്റൊരു യൂട്യൂബ് ചാനലിൽ കൂടെ വന്ന് ഭാവിയിൽ ചീത്തയാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ അൻസിബ മീഡിയ എടുത്ത് വന്ന് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ തന്നെ കേരളത്തിൽ സർവൈവ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പരദൂഷണവും ലൈറ്റായിട്ടുള്ള കാര്യം. നമ്മുടെയൊക്കെ പബ്ലിക് ഇമേജ് അത്ര ഇമ്പോർട്ടൻ്റ് ആക്ടേഴ്സ് അല്ലേ. അവിടെ പിന്നെ രഹസ്യമായിട്ട് വാർത്തകൾ യൂട്യൂബർക്ക് ചൂർത്തിക്കൊടുത്ത് നമ്മളുടെ റെപ്യൂട്ടേഷൻ ഇല്ലാതാക്കുന്ന ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ടെങ്കിൽ സത്യസന്ധമായ നല്ല മീഡിയയിൽ വന്നിട്ട് ഇത് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? അത് ടിനി ടോമുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയരുന്നത്. അതെ, അൻസിബ നേരിട്ട് കേട്ടതല്ല. ഉറപ്പായിട്ടും ഒരാൾക്കെതിരെ പരദൂഷണം പറയുമ്പോൾ അവരോട് നേരിട്ട് പറയില്ലല്ലോ. അപ്പൊ അത് കേട്ടത് നീന കുറുപ്പാണെന്ന് പറയുന്നു. നീന കുറുപ്പ് അതിൽ തെളിവ് കാണിക്കണമെന്നാണ് കേട്ടു. നീന കുറുപ്പിന്റെ അല്ലല്ല, നീന കുറുപ്പ് ടിനിയോട് പറയുന്നുണ്ട് നിർത്ത്, ഇല്ലേ ഞാനിത് ലൗഡ് സ്പീക്കറിൽ ഇടുമെന്ന് പറഞ്ഞ് അൻസിബയെ ഫോണിൽ വിളിച്ച അൻസിബ നീന കുറുപ്പിന്റെ ഫോണിൽ കൂടെയാണ് ഇത് കേട്ടത്. ഫോൺ ഓണാക്കി വെച്ചേക്കുമായിരുന്നു നീന.
ശരി, അപ്പൊ അതൊക്കെ കേട്ടിട്ടുണ്ട്, അൻസിബ കൃത്യമായി കേട്ടിട്ടുണ്ട്. പിന്നെ തെളിവ് കാണിക്കണം എന്ന് പറഞ്ഞാൽ അൻസിബ കേട്ടു. അൻസിബ കേൾക്കാത്തൊരു കാര്യത്തിലൊന്നും വന്ന് അഭിപ്രായമൊന്നും പറയത്തില്ല. അൻസിബെ നമുക്ക് അറിയാം, ടിനി ടോം ഒരു വലിയ പ്രശ്നത്തിലായിരുന്നു പ്രേം നസീർ വിഷയത്തിൽ. ഏറിൽ നിൽക്കുമ്പോഴാണ് അൻസിബയാണ് ആ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുത്തത്. ആ സമയത്ത് അൻസിബ പ്രേം നസീർ ഫൗണ്ടേഷനിലെ ടിനിയെ കൊണ്ടുപോയി ശരിയാക്കി. അൻസിബ എന്തൊരു നല്ല കുട്ടിയാന്ന് പറഞ്ഞ് ടിനിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കഴിഞ്ഞ ഇലക്ഷന് അൻസിബയും സരയുനെയൊക്കെ സപ്പോർട്ട് ചെയ്തത് ടിനിയാണ്. പക്ഷെ സ്വന്തം അഭിപ്രായം പറഞ്ഞു തുടങ്ങിയപ്പോ പിടിച്ചില്ല. സ്വന്തം അഭിപ്രായം പറഞ്ഞു. സ്വന്തം അഭിപ്രായം പറയുന്നവര് കണ്ണിന് പിടിക്കുകയല്ലോ. യഥാർത്ഥത്തിൽ സ്ത്രീകൾ മുകളിലേക്ക് എത്തിയതല്ല, നേതൃത്വത്തിലേക്ക് എത്തിയതല്ല, സ്ത്രീകൾ അഭിപ്രായം പറയുന്ന, അതായത് സ്വന്തം അഭിപ്രായം പറയുന്ന സ്ത്രീകൾ വേണ്ട എന്നതാണ് അല്ലേ? സ്വന്തം അഭിപ്രായം ആകുമ്പോൾ പ്രശ്നമാണ്. അവരുടെ കൂടെ നിൽക്കുകയും അവരെ രക്ഷിക്കാനും അവരെ സംരക്ഷിക്കാനും അവരുടെ നേരിൽ നടക്കുന്ന ട്രോളുകൾ ഇല്ലാതാക്കാനും അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകുമ്പോൾ കൊള്ളാം. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം. അത് പറ്റത്തില്ലല്ലോ സ്മൃതി. ആണും പെണ്ണും ഒന്നുമില്ലല്ലോ, ഇവിടെ മനുഷ്യരല്ലേ ഉള്ളൂ. നിലപാടിനോടൊപ്പം അല്ലേ? അതെ, അൻസിബ ഇപ്പോൾ നിയമ പോരാട്ടം നടത്തുന്നു. ഇപ്പോൾ മാല തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ഇതിപ്പോൾ സ്ത്രീകൾ നേതൃത്വത്തിൽ വരണമെന്ന് പറഞ്ഞ് തെറ്റായി പോയെന്ന്. അങ്ങനെ അതിനെ കാണരുത്. യഥാർത്ഥത്തിൽ പിൻസീറ്റ് ഡ്രൈവിംഗ് ആരെങ്കിലും നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ടിനി ടോം ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിനെ മാലയ്ക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാനാവുന്നത്? ഇപ്പോൾ അൻസിബയൊക്കെ കൊണ്ടുവരുന്നതിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചെന്ന് പറയുന്നു. അതിനുശേഷം ആ കാര്യങ്ങളൊക്കെ മാറുകയാണല്ലോ. ഇതിലെ പരദൂഷണം എന്നുള്ള ഭാഗം മാറ്റിവെക്കാം. ഈ ഗൗരവമായ വിഷയങ്ങൾ അവിടെ നിൽക്കുന്നു. ഈ പറഞ്ഞ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എങ്ങനെയാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അതിന്റെ ഭൂരിപക്ഷം ഉണ്ടായോ ആ തീരുമാനത്തിൽ? അതായത് ഒന്നാമത്തെ കാര്യം, ഞാൻ അന്ന് സ്ത്രീകളൊന്നും വരണ്ടെന്ന് പറഞ്ഞ ഒരു ഇമോഷണൽ റിയാക്ഷനാണ്. സത്യത്തിൽ എനിക്ക് അത്രയ്ക്ക് സങ്കടം വന്നിട്ട്, ഞാനൊരു ഇമോഷണൽ ഒരു വികാര ജീവിയാണ്, സോറി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് അല്ല, ഞാനത് അങ്ങനെ അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് ആവാറുണ്ട്. പക്ഷെ നമ്മൾ ആക്ടേഴ്സ് അല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പെട്ടെന്ന് സങ്കടം വരെ. ഇവരെന്ത് കാണിക്കുന്ന ഇവരെല്ലാം മാറി നിൽക്കണം എന്ന് പറഞ്ഞത് തന്നെയാണ്. ഞാനത് പിന്നെയൊന്നും പോകുന്നില്ല. അവര് ഭരണ സമിതിയിൽ അവർക്ക് നടത്താൻ കഴിവില്ലെങ്കിൽ കുക്കു മാറി നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞത് തന്നെ. ഞാൻ ഒരിക്കലും പിന്നാക്കം പോകുന്നില്ല. പക്ഷെ അത് ഇമോഷണലായിട്ടും കൂടിയാണ്. എനിക്ക് സങ്കടവും കൂടെ ഉണ്ട് അതിൽ. ഒരു അധികാരത്തിന്റെ പുറത്ത് പറയുന്നതല്ല, വിഷമിച്ചുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതായത് സ്പോൺസർഷിപ്പിന്റെ വിഷയത്തിൽ അവിടെ ഒരു മാർക്കറ്റിംഗ് ടീം രൂപീകരിച്ചു. അതിനകത്ത് ടിനി, സിജോയ് വർഗീസും പിന്നെ കൈലാസും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവര് നിലനിൽക്കെ തന്നെ ശ്വേതയ്ക്കാണ് സ്പോൺസർഷിപ്പ് കൊണ്ടുവരേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ കമ്മീഷന്റെ വിഷയം ഉയർത്തു. ഇത് ഒഫീഷ്യലാക്കണം കമ്മീഷൻ. അതിനെ അൻസിബ എതിർത്തു. മനസ്സിലാവുന്നുണ്ടോ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്? അവിടെ പ്രോഗ്രാമുകൾ നടത്തി. അവിടെ പിന്നെ സ്റ്റീഫൻ ദേവസിക്ക് അദ്ദേഹത്തിനെ ദയവ് ചെയ്ത് അദ്ദേഹത്തിന് ഇതിനകത്ത് റോളും ഇല്ല. EC അംഗീകരിക്കാതെ, EC അപ്രൂവൽ നേടാതെ ആ പ്രോഗ്രാമിന് 11 ലക്ഷത്തിന് മേളിൽ പൈസ പറഞ്ഞു. 15 ലക്ഷമാണെന്നാണ് ആദ്യം പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റീഫൻ ദേവസിക്ക് അത്രയും പൈസ ഇല്ല. അദ്ദേഹത്തിനോട് ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിനോട് പൈസ കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ 2.5-3.5 ലക്ഷത്തിന് പ്രോഗ്രാം ചെയ്ത് കൊടുത്തിട്ടുള്ള ആളാണ്. അമ്മയുടെ ഒരു സംഘടനയിൽ ഇങ്ങനെ ഒരു കാര്യത്തിന്, കുടുംബസംഗമത്തിന് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ 15 ലക്ഷം കോട്ടിയും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അത്രയും വലിയ എമൗണ്ട് കൊടുത്ത് അവിടെ കൊണ്ടുവന്നപ്പോൾ അൻസിബ അതിനെ എതിർത്തു. അവിടെ ഓഡിയോ വിഷ്വലും മറ്റു കാര്യങ്ങളും നടത്തിയപ്പോൾ അവിടുത്തെ മെമ്പേഴ്സിന്റെ ഭർത്താക്കന്മാർക്കും അല്ലെങ്കിൽ ബന്ധുക്കൾക്കും കൊടുക്കുന്നതിന് അൻസിബ എതിർത്തു. അങ്ങനെയല്ല വേണ്ടത്. കമ്മീഷൻ വാങ്ങിക്കുന്നവരെ കമ്മീഷൻ ഒഫീഷ്യലാക്കാൻ പറ്റത്തില്ല എന്ന് അൻസിബ പറഞ്ഞു. ബിക്കോസ് ബാക്കിയുള്ള മെമ്പേഴ്സിന് അതിന് അവകാശമില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും EC കയറി എല്ലാവർക്കും ഇലക്ഷനിൽ നിന്ന് തള്ളി പൈസ ഉണ്ടാക്കാനായിട്ടുള്ള വേറൊരു കീഴ്വഴക്കം വേണ്ടി എന്ന് പറഞ്ഞു. ഇതെല്ലാം അൻസിബ കണ്ണുകടിയായി. അവരുടെ പൈസ പോക്കറ്റിൽ വരുന്ന കാര്യമല്ലേ, സാമ്പത്തികമായിട്ടുള്ള കാര്യമല്ലേ, അത് തടയുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുവോ? അപ്പൊ അൻസിബ ഒരു ട്രൂ ലീഡറായിട്ട് അവിടെ എമേർജ് ചെയ്തു എന്നാണ് ഞാൻ പറയുന്നത്. അതേസമയം ജനറൽ സെക്രട്ടറി ഫോൺ എടുക്കുന്നില്ല. ഒരു കാര്യവും വിളിച്ചാൽ ഫോൺ എന്ന് പറയുന്ന സാധനം എടുക്കത്തില്ല. ഒരാളോടും കമ്മ്യൂണിക്കേഷൻ ഇല്ല. കുക്കു മോശമാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ കുക്കുവിന് ചില കാര്യങ്ങൾ ഒളിച്ചിരിക്കുന്ന സ്വഭാവമുണ്ട്. കുക്കു എന്തുകൊണ്ടാണ് ആൾക്കാരോട് വന്ന് സംസാരിക്കാത്ത? എന്തുകൊണ്ടാണ് മീഡിയയിൽ സംസാരിക്കാത്ത? വന്ന് സംസാരിക്കണ്ടേ? അത് പിന്നെ ലേബർ കോർട്ടിൽ കിടക്കുന്ന പ്രശ്നമാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് അറിയാൻ വയ്യ. ആ വിഷയം ചർച്ച ചെയ്യണം. ഞാൻ ആ വിഷയത്തിലേക്ക് തൽക്കാലം പോകുന്നില്ല. കാരണം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എല്ലാം കൂടെ കുഴഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു ഉണ്ണി ശിവപാൽ ഈ വിഷയം, ഈ പെൺകുട്ടിയുടെ വിഷയം ഇന്നലെ ഞാനൊരു ചാനലിൽ പറഞ്ഞു ഉണ്ണി ശിവപാൽ ഒരുപാട് ലേറ്റ് ആയിട്ടിരുന്നിട്ട് ഈ കുട്ടിയെ അവിടെ ഇരുത്തുമായിരുന്നു. അപ്പം അതിനൊരു ക്ലാരിഫിക്കേഷൻ വേറൊരു അംഗം എന്നെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ദിവസമൊന്നും ഇരുന്നിട്ടില്ല, ഒരു 10-15 ദിവസം മാക്സിമം ഇരുന്നതാണ്. അത് ഈ കുട്ടിയും കൂടെ ചെക്കിൻ്റെ ഒക്കെ കറക്ഷന് വേണ്ടി ഈ കുട്ടിയും കൂടെ സമ്മതത്തോടെ ലേറ്റ് ആയിട്ടിരുന്നതാണ്
അല്ലാതെ ഉണ്ണി നിർബന്ധിച്ചിരുത്തിയതല്ല എന്നൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് ഈ സമയം ഞാൻ ഇന്നലെ പറഞ്ഞത് 7:30-8 മണി വരെയും ഉണ്ണി ഇരിക്കുമ്പോൾ ഈ കുട്ടിക്ക് നിർബന്ധമായിട്ട് അവിടെ ഇരിക്കേണ്ടി വരുമായിരുന്നു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതിൽ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുള്ളത് അത് 10-15 ദിവസമാണ്. ഒരുപാട് കറക്ഷൻസ് ഉള്ളപ്പോൾ ഈ കുട്ടി അത് സമ്മതത്തോടെ ഇരുന്നതാണ് എന്ന്. പക്ഷെ ആ കുട്ടിയുടെ പരാതി പറയുന്നത് എന്നെ നിർബന്ധിച്ച് ഒരുപാട് ലേറ്റായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. അത് ലേബർ കോർട്ടിൽ നടക്കേണ്ട കാര്യമാണ്. രണ്ടുപേരുടെയും വശം കേൾക്കേണ്ടതാണ്. നമ്മളുടെ ചാനൽ ചർച്ചയെ പറയേണ്ട സ്കോപ്പിൽ വരുന്ന കാര്യമല്ല. അതുകൊണ്ട് ആ വിഷയം നമുക്ക് മാറ്റിവെക്കാം. ഈ പെൺകുട്ടിയുടെ പരാതി, കുക്കു പരമേശ്വരൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഒരുപാട് പരാതികൾ കുക്കുവിന് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മെയിലിൽ വരുന്നുണ്ട്. അത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. ഒരു കാര്യവും മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒന്നും പറയത്തില്ല. എവിടെയാണ് ഈ പ്രശ്നങ്ങൾ പുറത്തോട്ട് വരുന്നത്? എല്ലാ കാര്യവും ഒരു യൂട്യൂബർ വഴി നമ്മൾ അറിയും. എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ, നടക്കുന്ന കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് നമുക്ക് മെയിൽ അയച്ചാൽ എന്താണ്, മെമ്പേഴ്സിനെ അറിയിക്കണ്ടേ? അപ്പോൾ അത് ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നമുള്ള കാര്യമാണ്. ഒരു മെയിൽ അടിച്ചാൽ എല്ലാവർക്കും കൂടെ ഗ്രൂപ്പ് മെയിൽ പോവില്ലേ? രണ്ടാമത്തെ കാര്യം, ലക്ഷ്മിപ്രിയയുടെ ആ ഒരു വോയിസ് നോട്ട് എന്തൊരു അപമാനമുണ്ടാക്കിയ വോയിസ് നോട്ടാണ്, എന്തൊരു അപമാനമുണ്ടാക്കുന്ന വോയിസ് നോട്ടാണ്. ആ കുട്ടിക്ക് ഒരു നടപടി അന്നുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. അന്ന് ആ തീരുമാനം എടുക്കാൻ എന്തുകൊണ്ടാണ് ഈ ഈസിക്ക് സാധിക്കാത്തത്? ആ ഗ്രൂപ്പ് വഴക്കിൻ്റെ മുമ്പിൽ എങ്ങനെ വഴങ്ങി? ഒരാൾ ഒച്ച വെച്ച് സംസാരിച്ചാൽ ഒരു ധൈര്യത്തോടെ ഒരു തീരുമാനമെടുക്കാൻ, ആണെന്നോ പെണ്ണെന്നോ അല്ല, ഒരു കുട്ടിയെ അപമാനിച്ചു, ഒരു ഈസി മെമ്പറിനെ അപമാനിച്ചു, തൽക്കാലം മാറി നിൽക്കുന്ന പറയാൻ കഴിയാത്ത നേതൃത്വം എന്ത് നേതൃത്വമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീമതി മാലാപാർവതി, ഇപ്പോൾ അവിടെ ഈ പറയുന്ന മുതിർന്ന നടന്മാർ, താരങ്ങൾ ഇതിൽ ഇടപെടണം എന്നുള്ള ആവശ്യമൊക്കെ മുന്നോട്ട് വയ്ക്കപ്പെടുന്നുണ്ട്. അത് മല്ലിക സുമാരൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്ത് പരിഹാരമാണ് ഇതിൽ കാണുന്നത്? ഈ കമ്മിറ്റി പിരിച്ചുവിടണമെന്നുള്ളതാണോ? എൻ്റെ അഭിപ്രായത്തിൽ ഇവര് ഇത്ര പൊതു ഇടത്തിൽ ഇത്രയും പരാതി ആൾക്കാർക്ക്, നീന മനസ്സ് നൊന്ത് നീന അയച്ച പരാതി, ടിനിക്കും ലക്ഷ്മിപ്രിയയ്ക്കും എതിരെ, അൻസിബ, ഇപ്പം ഇവരെല്ലാം നേരുള്ള പിള്ളേരാണ്. അവരിത്രയും ദുഃഖിപ്പിക്കുന്ന ഒരു ഭരണസമിതി എന്തിനാ? ഇനിയിപ്പോൾ ഒരു മാസമേ ഉള്ളൂ ജനറൽ ബോഡിക്ക്. ജനറൽ ബോഡി തീരുമാനം എടുക്കട്ടെ. ഞാൻ അതിന് പറയാൻ ആളല്ല. ഞാൻ അന്നത്തെ ദിവസം ഇമോഷണലായിട്ട് പറഞ്ഞ് ഇവരെല്ലാം ഇറങ്ങിപ്പോണമെന്ന്. ആ സ്റ്റാൻഡൊക്കെ എനിക്ക് അത് തന്നെയാണ്. ഇവർ രാജിവെക്കുന്നതാണ് നല്ലത്. കാരണം ഒന്നും ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ എല്ലാ അതിനകത്തെ കമ്മിറ്റി മെമ്പേഴ്സും മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ജനറൽ ബോഡിയുടെ മുമ്പിൽ അവർ പറയട്ടെ. ജനറൽ ബോഡിയെക്കാട്ടിയും വലുതാണ് കേരള സമൂഹം. കേരള സമൂഹത്തിൻ്റെ ആൾക്കാരാണ് അംഗീകാരം നൽകുന്നത് ആക്ടേഴ്സിന്. അവരെയും കൂടെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം. എല്ലാവരും മിണ്ടാതെ ഞങ്ങളാരും സംസാരിക്കത്തില്ല എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ആദ്യമേ ഒരു കാര്യവും യൂട്യൂബർ വഴി പുറത്തു വിടുന്നതിനെ ആദ്യം അത് അവർ തടയണമായിരുന്നു. ഇനി അവർ മീഡിയയോട് മിണ്ടത്തില്ല, ഞാൻ മിണ്ടത്തില്ലെന്ന് പറയുന്നത് വളരെ ബാലിശമാണ്. തീർച്ചയായും അത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ. ഏതായാലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെ. വളരെ നന്ദി രാവിലെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചത് മാലാപാർ.